വെൽക്കം ബാക്ക് ടു എ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് സുമതി വളവ് എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. രാത്രി 10 മണിക്കത്തെ ഷോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സുമതി വളവ് എന്ന സിനിമ ഇന്നലെ രാത്രി കണ്ടതിന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷെ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് രാവിലെ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കിടക്കുന്ന മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ കലാഭവൻ നവാസ് എന്ന നടൻ അന്തരിച്ചു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ കിടക്കുന്ന മുന്നേ പുള്ളിക്ക് വേണ്ടിയിട്ട് പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ സുമതി വളവ് എന്ന സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ, കുറേ എണ്ണം ചുമ്മാ വെറുതെ നെഗറ്റീവ് എനിക്ക് ഞാൻ ഇതിന് സത്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് പോകണം എന്നല്ലെങ്കിലും വിചാരിച്ചാൽ, ഇതിപ്പോൾ മോശമാണെങ്കിലും നല്ല അഭിപ്രായമാണെങ്കിലും ഞാൻ ഇതിൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ അത്ര നല്ല മോശം റെസ്പോൺസൊന്നും അല്ല. പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഭയങ്കര വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷേ പറയുമ്പോൾ ഒരു രീതിയുണ്ട് നെഗറ്റീവ് അടിക്കുമ്പോൾ. ഇതൊരുമാതിരി പടത്തെ അതിശയിപ്പിക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ കുറേ റെസ്പോൺസൊക്കെ കേട്ടിട്ട് എനിക്ക് ഈ പടത്തിന് കയറി കണ്ടത്. ഞാനെൻ്റെ ഫാമിലിയായിട്ടാണ് പോയി കണ്ടത്. ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഈ പടം പേഴ്സണലി അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. അതായത് തിയേറ്ററിൽ അത്യാവശ്യം നല്ല വാച്ചബിളാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ശശിശങ്കറിൻ്റെ അടുത്തൊരു വേറെ ലെവൽ പടമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ ഒട്ടും മോശം പടമെന്ന് ഒരിക്കലും പറയാനേ കഴിയില്ല. എന്നാലും ഒരു ഡീസൻറ്റ് ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന പടമായിരുന്നു. സത്യം പറഞ്ഞൊരു മൊത്തത്തിൽ ഈ പടം എനിക്കൊരു തിയേറ്ററിൽ അത്യാവശ്യം ഫാമിലിയായിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ്. ഒരു ഹൊറർ കോമഡി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഹൊറർ ടച്ച് ഫീൽ ചെയ്തു. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഹൊറർ ടച്ചിനേക്കാൾ കൂടുതൽ ഹ്യൂമർ എലമെൻസ് ആണ്. അത് അത്യാവശ്യം വർക്കാവുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് പേഴ്സണലി അതത്ര വർക്കായി. അത് നമ്മൾ പഴയ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പണ്ടത്തെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. ഇതൊരു ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ അല്പം വീക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ സുമതി വളവ് എന്ന ബേസ് ചെയ്ത സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തല്ല ഈ കഥ പോകുന്നത്. ഇതൊരു കൊച്ചു ഗ്രാമകഥയിൽ രണ്ട് കുടുംബത്തിൽ തമ്മിലൊരു പ്രശ്നം സംബന്ധിച്ചാണ്. അതിൻ്റെ ഒപ്പം സുമതി വളവ്, അതായത് ആ പേരുള്ള സ്ഥലം, അതുമായിട്ടുള്ള ചുറ്റിപ്പറ്റി പ്രശ്നം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ പകുതി ഹൊറർ ഇതിൽ പേടിപ്പിക്കാൻ അത്യാവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ശരിക്കും പല സീൻസിലൊക്കെ നല്ലൊരു ത്രില്ലടിപ്പിച്ചൊരു ഫസ്റ്റ് ഹാഫായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫസ്റ്റ് ഹാഫായിരുന്നു. ഇൻ്റർവെൽ വരെ ഭയങ്കര ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ചിലർ പറയുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഫ്ലോവും കിട്ടിയിട്ടില്ല. അത് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ അത്രയും ത്രില്ലടിപ്പിച്ച് സെക്കൻഡ് ഹാഫ് ഒരുമാതിരി ഹ്യൂമർ എലമെൻസിലോട്ടാണ് കൂടുതൽ കാണുന്നത്. കൂടുതൽ എൻ്റർടൈനിങ് സംഭവങ്ങളായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് പലർക്കും ചിലപ്പോൾ വർക്കായിട്ടില്ല, അതുകൊണ്ടായിരിക്കും അവർക്ക് സെക്കൻഡ് ഹാഫ് അത്രയും പിടിക്കാതെ ഞാൻ. പിന്നെ അതിനനുസരിച്ച് എനിക്ക് അല്പം ഒരു വീക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് ഹാഫും നല്ലൊരു ഫസ്റ്റ് ഹാഫും ഓവറോൾ. പിന്നെ അർജുൻ അശോകനും പിന്നെ ഗോകുൽ സുരേഷ്, ബാലു വർഗീസ്, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അങ്ങനെ അടക്കം എല്ലാവരുടെ ക്യാരക്ടറും, മാളവിക മനോജും അടക്കം എല്ലാവരുടെ ക്യാരക്ടറും നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാളിപ്പുറത്ത് വെച്ചാൽ ആ കൊച്ചുകുട്ടി, ആ കൊച്ചും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പയ്യനും അവനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ എനിക്കൊരു തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ആൾക്കാർ ചുമ്മാ നെഗറ്റീവ് അടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു മോശം പടമൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ മോശം പടമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് സിനിമ കണ്ടിട്ട് എന്ത് തോന്നി അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി പടം ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെയാണ്.
പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിന് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ ധൈര്യമായിട്ട് കാണാം. പിന്നെ ഇത് ചിലർക്ക് വാക്കാത്തതെന്ന് വെച്ചാൽ ഈ 90s കാലഘട്ടത്തിൻ്റെ ഒരു കഥയായിട്ടാണ് ഈ സിനിമ പോയത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിന് ചിലയിടത്തൊരു അല്പം ഒരു കുറവ് എനിക്ക് ബേസിൽ ഫീൽ ചെയ്തു. എങ്കിലും കുഴപ്പമില്ല. മാളികപ്പുറത്തിന് ശേഷം അതേ ടീം ഒരു ഡീസൻ്റ്ലി അവതരിപ്പിച്ചൊരു സിനിമയാണ് സുമതി വളവ്. പിന്നെ ഇതിൻ്റെ BGM എനിക്ക് BGM അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വർക്ക് പലയിടത്തും എനിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഇതിലെനിക്ക് സോങ് പ്ലേസ്മെൻറ്റ് മാത്രം എനിക്ക് ആകെ ഇഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ. കാരണം മാളികപ്പുറത്തിൽ എല്ലാ പാട്ടുകളൊക്കെ അതിന് കറക്റ്റ് സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ അത്ര നല്ലൊരു ഗംഭീര പാട്ടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ചില പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാതെ വേറെ എനിക്ക് കാര്യമായിട്ട് ഒരു നെഗറ്റീവൊന്നുമില്ല. ഇത് സാധാരണ ഒരു കൊച്ചു ഹൊറർ കോമഡി പടമാണ്, അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി പടം ഒട്ടും ബോറടിച്ചിട്ടില്ല. നല്ല തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ടിപ്പിക്കൽ ഹൊറർ കോമഡി പടം. ഇത് നമ്മൾ പണ്ടത്തെ സിനിമകൾ കണ്ടില്ല, ഈ മുത്തശ്ശി കഥകളായിട്ട് അങ്ങനെ ഒരു ടച്ച് കൊണ്ട് ബേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പടമാണിത്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കത് വർക്കാവണമെന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി പടം ഒരു ഓക്കെ ഫീലാണ്. എനിക്കൊരു തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ. ഇതിന് വെറുതെ ചുമ്മാ അനാവശ്യമായിട്ട് വെറുതെ കുറേ എണ്ണം ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ അടിച്ചെടുക്കരുത്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമയെ അതിശയിപ്പിച്ചിട്ട് കിടന്ന് കുറേ റിവ്യൂസ് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അശ്വന്ത് കൂക്കിൻ്റെ ഒക്കെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ, പക്ഷേ ഇങ്ങനെ കുത്തി നെഗറ്റീവ് അടിക്കാൻ മാത്രം അത്ര ബോർ ഐറ്റമൊന്നും ഇല്ല സിനിമയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് പറയുമ്പോൾ ഒരു തഞ്ചം വേണം, അതൊരു പരിധി വേണം. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. എനിക്ക് പേഴ്സണലി പടം ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. കാരണം ഒരു ഹൊറർ കോമഡി എൻ്റർടൈനർ സിനിമയാകുമ്പോൾ ഇൻ്റർവെൽ വരെയൊക്കെ ത്രില്ലടിപ്പിച്ചപ്പോൾ ക്ലൈമാക്സ് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു. കുറേ ഈ പഴയ സിനിമകളുടെ ക്ലൈമാക്സ് കൊടുത്തത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെയാണല്ലോ, ആ ഒരു കുറവല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പടം ഓവറോൾ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന പടം, അത്രേ ഉള്ളൂ. അപ്പോൾ സുമതി വളവ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 3.5 അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതായിരിക്കും